ഞങ്ങളേ പ്രാണേനെയും കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. പ്രാണയുടെ സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം ആക്റ്റീവ് പ്ലാനറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അന്നേരം മോൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം പനിയായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം അങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് പ്രാണേനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. പോണ വഴിക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും അവരവരുടെ ഫേവറേറ്റ് ഫുഡുകളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ചെറിയൊരു യാത്ര തുടങ്ങാൻ കേട്ടോ. പിന്നെ എവിടെ പോകണമെങ്കിലും ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത്. ഞങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിച്ച്, എന്താ പറയുക, ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ വഴിയിലൂടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. പ്രാണ പിന്നെ എന്താ പറയുക, ബോറടിച്ചിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആക്റ്റീവ് പ്ലാനറ്റിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞ താഴെയാണ് പാർക്കിംഗ്. അങ്ങനെ പാർക്കിങ്ങിൽ നമ്മൾ കൊണ്ടുപോയി കാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ആ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ഓട്ടോനാണ് ആക്റ്റീവ് പ്ലാനറ്റിലോട്ട് പോകുന്നത് കേട്ടോ. ഒരു 10-500 മീറ്ററോളം ഉണ്ടാവും ആ ഒരു ഡ്രൈവ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തി. ചെറിയ പൈസയ്ക്കാണ് നമുക്ക് എൻട്രി. അത് രണ്ട് തരത്തിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഒന്ന് ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട്, അതായത് എല്ലാ റൈഡും നമുക്ക് ഉപയോഗിക്കേണ്ട കണ്ടീഷനിൽ 500 രൂപ കൊടുത്തിട്ട് നമുക്ക് കയറാം. അല്ലെങ്കിൽ പെർ ഹെഡ് 150-120 ആ റേഞ്ചിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള റൈഡിന് അഡീഷണൽ പേ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് കയറി ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഒരു പരിധി വരെ അകലെ നിന്ന് മാത്രം ഇതിൻ്റെ, എന്താ പറയുക, ഉപയോഗം കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് കുട്ടികൾക്ക്, ഇത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രാണയ്ക്ക്. ഞങ്ങളിവിടെ ചെന്നത് തന്നെ ഒരു ഉച്ചയായിട്ടുണ്ടാവും കേട്ടോ. നട്ടുച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈമായിരുന്നു ഞങ്ങൾ. അപ്പോൾ കാരണം നല്ലോണം ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ ഇനി എന്തായാലും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള റൈഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു, എന്താ പറയുക, ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഫുഡാണ് കേട്ടോ. ഫുഡ് ആകെ ഒരു സെക്ഷനിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫുഡ് അവൈലബിലിറ്റി. അത് ബിരിയാണിയാണ്. അത് മുന്നേ കൂട്ടി അവരുടെ അടുത്ത് പറയണം. പിന്നെ കിട്ടണത് ഈ പറഞ്ഞ മാതിരി ബ്രോസ്റ്റഡ് ചിക്കനും അതുപോലെ ഉള്ള ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഞങ്ങൾക്ക് ഇതിന് അത്രയും കൊണ്ട് താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് എങ്ങനെയൊക്കെയോ അതങ്ങ് കഴിച്ച് അവസാനിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും റൈഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പ്രാണനെയും കൂട്ടി പോയിട്ടോ. ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുട്ടികളുടെ ആ ഒരു, എന്താ പറയുക, മൈൻഡ് സെറ്റ്, അവരെവിടെയായാലും ഏതൊരു ടൈമിലായാലും കളിക്കില്ലേ. വെയിലൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പ്രാണയെ നല്ല രീതിക്ക്, എന്താ പറയുക, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അവൾ, എന്താ പറയുക, ഒട്ടും അവളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരുന്നു. ഫുൾ സപ്പോർട്ടായിട്ട് പ്രവീൺ ഉണ്ടായിരുന്നു. ഞാനൊന്നും റൈഡിൽ അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് വലിയ ആൾക്കാർക്ക് ഒരുപാട് റൈഡൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആകെ 1-2 റൈഡുകൾ മാത്രം. അത് ഞാനും പ്രവിയൊക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു. പ്രാണയുടെ കൂടെ പരമാവധി റൈഡിലൊക്കെ പ്രവി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചെങ്കിൽ ഇവൾക്ക് ഹൈറ്റ് പേടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മാക്സിമം പപ്പേനെയും കൂട്ടിയിട്ടാണ് കയറി കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവിയുടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അങ്ങനെ സർപ്രൈസ് കൊടുക്കാനൊക്കെ പ്രവീനെ കണ്ണടച്ച് ഒരു സൈഡിൽ ഇരുത്തിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സർപ്രൈസ് എന്ന് വെച്ചാൽ ഞങ്ങൾ തലേന്നേ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. ഞാനും പ്രാണയും കൂടെ. അങ്ങനെ പ്രാണയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു ഫ്രെയിമൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും രവിക്ക് ഞാൻ, എന്താ പറയുക, മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുക. സർപ്രൈസ് അല്ല, ഒരു ഷർട്ടോ അല്ലച്ചിങ്ങനെ ആൾക്ക് ആ ഒരു ടൈമിൽ എന്തെങ്കിലും ആവശ്യമില്ല എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഷർട്ടും ഞാൻ വാങ്ങി. പിന്നെ ഒരു, എന്താ പറയുക, കളർ A4 ഷീറ്റും മേടിച്ചിട്ട് ആ പ്രാണനെ കൊണ്ട് ആദ്യമായിട്ട് ഒരു വിഷ് എഴുതിപ്പിക്കാമെന്ന് വിചാരിച്ചു. പ്രാണ ABCDയും പിന്നെ അവളുടെ പേരും എഴുതിയതിന് ശേഷം ആദ്യമായിട്ട് ഒരു ഗ്രീറ്റിംഗ് എഴുതുന്നത് അത് അവളുടെ പപ്പയ്ക്ക് തന്നെ ആവട്ടെ എന്ന് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ പപ്പ എന്ന് ഞാനിരുന്ന് എഴുതിപ്പിച്ചു കേട്ടോ. ഇത് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ല, ഭയങ്കര ഹാപ്പിനെസ്. കാരണം എന്താ പറയുക, ആദ്യമായിട്ട് പ്രാണ എഴുതുകയല്ലേ. അപ്പോൾ അതും ഒരു സെൻറ്റൻസ്, അത് അവളുടെ പപ്പയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് എത്രയും നല്ല രീതിയിൽ അത് പ്രവിക്ക് കിട്ടുവാണെങ്കിൽ അത് പ്രവി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ പ്രവിക്ക് നല്ല ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇരുത്തി സമയമെടുത്ത് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. എൻ്റെ മൈൻഡിൽ ഒരു, എന്താ പറയുക, സെൻറ്റൻസ് ഹാപ്പി ബർത്ത്ഡേ പപ്പ എന്ന് മാത്രമായിരുന്നു കേട്ടോ. പക്ഷേ പ്രാണ അത് പപ്പ എന്ന് എഴുതി കഴിഞ്ഞ ശേഷം അവൾ പറഞ്ഞു, അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ പിക്ചറൊക്കെ വരച്ച് തരാറുണ്ട്, ഒരു കാർട്ടൂൺ പോലെയൊക്കെ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പപ്പേനെയും അമ്മേനെയും എന്നെയും കൂടെ വരയ്ക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നീ വരച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രാണയുടെ കലാവിരുതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പപ്പേനെയാണ് വരച്ചത്. ആ ചെറിയ മുടിയായിട്ട് എന്നെയും വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രാണ തന്നെ അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞു അവൾക്ക് കേൾ ഹെയർ വേണമെന്നുണ്ട്. ആ കേൾ ഹെയറും വരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും അവസാനം ലവ് വേണമെന്നുണ്ട്, ഒരു ലവും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് പ്രവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പ്രവിക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ. പ്രവി ശരിക്കും, എന്താ പറയുക, ഭയങ്കരമായിട്ട്
ഹാപ്പിയാണോ എന്താണെന്നറിയില്ല. ആ ഒരു മൊമെൻറ്റ് ഞാൻ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് പ്രവിക്ക് പ്രാണ തന്നെ തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രവി ശരിക്കും വണ്ടറായിട്ടുണ്ട്. കാരണം പ്രാണ ചെയ്തതെന്നറിയാം. എൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇതാരാ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ തന്നെയാണോ അതോ ഞാൻ ചെയ്യിപ്പിച്ചതാണോ കൈ പിടിച്ച് എഴുതിപ്പിച്ചതാണോ എന്നൊക്കെ. ഞാൻ പ്രവിയുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഉള്ള എല്ലാ ബർത്ത്ഡേയും അതുപോലെ വെഡിങ് ആനിവേഴ്സറി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് പ്രവിക്ക് ഉണ്ടാവും കേട്ടോ. അത് എന്താ പറയുക ചെയ്യില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നും. കാരണം തിരിച്ചെനിക്ക് ചിലപ്പോൾ ഒന്നും ചെയ്തു തരാറില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം നമുക്ക് എന്താ പറയുക ഞാൻ പൈസ തരാം നീ വാങ്ങിച്ചോ എന്നൊക്കെ പറയാറുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങേര് മേടിച്ചിട്ട് എനിക്കൊരു എന്താ പറയുക സർപ്രൈസ് ആയിട്ടൊന്നും എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിക്കും ഇപ്രാവശ്യം കൊടുക്കണ്ടെന്നൊക്കെ. പക്ഷേ പിന്നെ ആ ഒരു ടൈം ആകുമ്പോൾ എനിക്ക് തോന്നും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്. അങ്ങനെ പിറന്നാൾ സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡി ജെക്ക് പോയി കേട്ടോ. ഡി ജെക്ക് പോയി ആദ്യം പ്രാണ കുറച്ച് ഷൈ ആയിട്ടൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ എൻജോയ് ചെയ്തു. പാട്ടിന് ഡാൻസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 7 മണിക്ക് ഒരു മാജിക് ഷോ ഉണ്ട്. ആ മാജിക് ഷോയും കണ്ടിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു സെറ്റപ്പ് ആയി കഴിഞ്ഞിട്ടോ. അപ്പോഴേക്കും ഏകദേശം എൻ്റെ ഫോൺ ഡെഡ് ആവാൻ തുടങ്ങി. ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള എന്താ പറയുക റൈഡിൽ കയറണമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ മാജിക് ഷോന് മുന്നേ പ്രാണ ഒരു പാട്ടൊക്കെ പാടിയിരുന്നു. പിന്നെ ഒരു സിപ്പ് ലൈൻ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. എല്ലാം കൊണ്ട് നല്ലൊരു ട്രിപ്പായിരുന്നു.